ഹായ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പലരും കംപ്ലൈൻറ്റ് പറയുന്നൊരു സംഭവമാണ്. ഈ ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിനകത്ത് മൊത്തം പരസ്യങ്ങളായിരിക്കും. അത് പലർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് തന്നെയാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങളവിടെ പ്രൈവറ്റ് DNS എന്നിട്ട് അടിച്ചു കൊടുക്കുക. പ്രൈവറ്റ് DNS അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അവിടെ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ 3 ഓപ്ഷൻസ് കാണാം: ഓഫ്, ഓട്ടോ, സ്പെസിഫൈഡ് DNS. അതിൽ ഇപ്പോൾ അത് ഓഫായി കിടക്കുകയാണ്. ഞാനത് സെലക്ട് ചെയ്യണം. സ്പെസിഫൈഡ് DNS കൊണ്ട് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ DNS അഡ്രസ്സ് എന്ന് കാണാം. ഞാൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ ഒരു അഡ്രസ്സ് കാണിക്കുന്നത്. അവിടെ സെലക്ട് ചെയ്യുക. അവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്യണം: dns.adguard.com എന്നുകൊണ്ട് ടൈപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളത് സേവ് ചെയ്യുക. എന്നിട്ട് നിങ്ങളൊരു ഗൂഗിൾ ക്രോം എടുക്കുക. അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരസ്യം വരുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയണ്ട. സോറി, നെറ്റ് ഓഫാണ്. സ്ക്രോൾ ചെയ്ത് നോക്കാം. ഇതിനിടയിൽ പരസ്യങ്ങളും കാര്യങ്ങളൊന്നും കയറി വരുന്നില്ല. കണ്ട, പരസ്യങ്ങളൊന്നും വരുന്നില്ല. വേറെ ഏതെങ്കിലും ഒന്ന് നോക്കി നോക്കട്ടെ. പരസ്യങ്ങളൊന്നും ഇല്ല. സാധാരണ ഇതിൽ അവിടെ ഇതുണ്ടോ, ഇത് ശരിക്കും പരസ്യമാണ്. ഈ കാണുന്ന ഈ സ്ക്വയറിൽ കാണുന്നത്. പക്ഷെ അതൊക്കെ ഹൈഡായിട്ട് കിടക്കുന്നത്. ഇനിയിപ്പോൾ ഇത് വീണ്ടും പരസ്യം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒന്നും ചെയ്യാനില്ല. ഈ ചെയ്ത സെറ്റിങ്സ് ഒന്ന് ഓഫാക്കിയിട്ടാൽ മതി. ഇത് ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അതൊന്ന് എടുക്കുക, ഗൂഗിൾ ക്രോം എടുക്കുക. കണ്ടോ, അത് ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ പരസ്യം കയറി വരുന്നത് കണ്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ DNS, അതായത് സെറ്റിങ്സിലേക്ക് പോവുക, പ്രൈവറ്റ് DNS സെലക്ട് ചെയ്യുക. അതിനകത്ത് സ്പെസിഫൈഡ് DNS ഇവിടെ ഓഫ് ആക്കി ഇട്ടതുകൊണ്ടാണ് അവിടെ പരസ്യം വന്നത്. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് സ്പെസിഫൈഡ് DNS സെലക്ട് ചെയ്യുക. അതിനകത്ത് DNS അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്, അവിടെ അത് സെലക്ട് ചെയ്യുക. അവിടെ dns.adguard.com എന്നിട്ട് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് അത് സേവ് ചെയ്യുക. ഇനി സേവ് ചെയ്തിട്ട് നിങ്ങളതൊന്ന് നോക്കൂ. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കൂ. അപ്പോൾ അവിടെ ആ പരസ്യം വരുന്നില്ല, കണ്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതാണ്. ഓക്കെ, താങ്ക് യു.